ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, നോമ്പുകാലം 32-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ പെസഹയും ദുഃഖവെള്ളിയും ഈസ്റ്ററും അതിൻ്റെ ഒരുക്കമായിട്ടുള്ള നോമ്പുകാലവും വളരെ പൈതൃകമാർന്ന, ആത്മീയമാർന്ന, വിശ്വാസമാർന്ന ഒന്നായിരുന്നു. ഇപ്രകാരം ഒരു പാട്ടുണ്ട്: കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ, എൻ്റെ കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ. വളരെ വളരെ ആത്മീയ അർത്ഥമുള്ള നിറവുള്ള ഒരു ഗാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഗാനം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ പരിശോധിക്കാം. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് നാം ദിവ്യബലിയിലും ജപമാലയിലും കർണകൊന്തയിലൊക്കെ തുടക്കത്തിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയാണ്. ആ വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കുകളും ഒരു കത്തോലിക്കൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ മുൻപിലുള്ള ആഴമായ വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസത്തോടുകൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. അവ നമ്മുടെ കുഞ്ഞുമക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യഥാർത്ഥമായൊരു ആഴമായൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ പതിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിശ്വാസവുമില്ല, അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയുമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. നമുക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.